പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് വിശിഷ്ടമായ ഒരു ആഹാരത്തിൻ്റെ ഒരു കൂട്ടുമായിട്ടാണ്. അതായത് നമ്മൾ ജീവിതത്തിൽ മനുഷ്യരെന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമുക്ക് ഒരു തൃപ്തി ഉണ്ടാവണം എന്ന ബോധത്തോടു കൂടി തന്നെയാണ് നമ്മൾ എല്ലാവരും എന്ത് പ്രവൃത്തിയും ചെയ്യുന്നത്. അപ്പോൾ ഈ തൃപ്തി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരു വികാരമോ വിചാരമോ ഒന്നുമല്ല. അത് നമുക്ക് കിട്ടുന്ന ഒരനുഭൂതിയാണ്. അത് നല്ലതായാലും ചീത്തയായാലും നമ്മൾ ചെയ്ത പ്രവൃത്തിയിലൂടെ നമുക്കത് നേടിക്കിട്ടുമ്പോൾ അതിൻ്റേതായ ഭവിഷ്യത്തുകളാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, നമുക്കിപ്പം ഒരാഹാരത്തിൻ്റെ കാര്യം എടുത്തു നോക്കൂ. നല്ല ആഹാരം തൃപ്തിയോടെ ഇഷ്ടത്തോടെ വിളമ്പി തിന്നാൻ പറ്റുക എന്നൊരവസ്ഥ എല്ലാവർക്കും വളരെ ഗുണകരം തന്നെയാണ്. അത് ഒരു തൃപ്തി നൽകുന്ന കാര്യവും തന്നെയാണ്. എന്നാൽ ഈ ഡയബറ്റിക് രോഗികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ആഹാരം ഇഷ്ടമുള്ളതുപോലെ എടുത്തു കഴിക്കാൻ പറ്റുകയില്ല. അവരുടെ മനസ്സിൽ ഒരു പേടിയുണ്ടാവും. ഇത് കഴിച്ചാൽ എൻ്റെ ഷുഗർ വർദ്ധിക്കുമോ, എനിക്ക് രോഗം കൂടുമോ എന്നൊരു ഭയത്തോടു കൂടി മാത്രമേ എപ്പോഴും അവർ ആഹാരം കഴിക്കാറുള്ളൂ. അപ്പോൾ അവരുടെ മനസ്സിലേക്ക് അങ്ങനെ എപ്പോഴും ദുഃഖം തന്നെയാണ് ആഹാരത്തിൻ്റെ കാര്യം വരുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം. അതൊന്ന് പരിഹരിക്കാൻ നമുക്ക് ആഹാരം ആദ്യം അവർക്ക് പറ്റി ഷുഗർ ഒന്നും ഇല്ലാതെ, ഷുഗർ എത്ര കഴിച്ചാലും ഷുഗർ വരാത്ത ഒരാഹാരം നമുക്ക് ഉണ്ടാക്കി അത് കുറച്ച് കഴിച്ച് അതിന് ശേഷം കുറച്ച് നല്ലതുപോലെയുള്ള എല്ലാ ആഹാരങ്ങളും കഴിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് അതൊരു തൃപ്തി ഉണ്ടാകും എന്ന് തന്നെയാണ്. നമ്മൾ ആഹാരം ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഡയബറ്റിക് ഉള്ളവർക്ക് വേണ്ടി ഒരാഹാരം ഉണ്ടാക്കി എല്ലാവർക്കുമായിട്ട് ഒന്ന് നമുക്ക് വിളമ്പി കൊടുക്കാൻ പറ്റിയാൽ അത് നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് നിങ്ങളിലേക്ക് കാണിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മനസാക്ഷിയോടുകൂടി നല്ല അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളിൽ പലരും അത് കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്, അത് സ്വീകരിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അങ്ങനെ ഞാനത് ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്ന് തിരിച്ച് എന്തെങ്കിലും എനിക്ക് കിട്ടണം എന്നൊരു പ്രതീക്ഷയും എനിക്കുണ്ട്. ഒന്നുമില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊരു പരിപാടിയുണ്ട്. അത് നിങ്ങൾ ആർക്കും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമേ അല്ല. ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് തോന്നുന്നെങ്കിൽ എനിക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ തരാൻ മറന്നു പോകരുത്. കാരണം അതെനിക്ക് ഗുണകരമാണ്. മനുഷ്യ ജീവിതത്തിൽ ഗിവ് ആൻഡ് ടേക്ക് എന്നൊരു പോളിസിയുണ്ട്, ഒരു സിദ്ധാന്തമുണ്ട്. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ഞാൻ എന്തെങ്കിലും നിങ്ങളിലേക്ക് സ്നേഹത്തോടെ അർപ്പിക്കുമ്പോൾ ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് വിശ്വസിക്കരുത്. എനിക്കും എന്തെങ്കിലും കിട്ടണം എന്നൊരാഗ്രഹം എനിക്കുമുണ്ടാവും. ഞാനും മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മളെല്ലാം സ്നേഹമുള്ള മനുഷ്യന്മാരാകുന്നത്. അല്ലാതെ വെറും എല്ലാം സ്വീകരിച്ച് എൻ്റെ അറിവുകളെല്ലാം നിങ്ങളിലേക്ക് വെറുതെ അങ്ങ് പറഞ്ഞു തരുമ്പോൾ ഒരു വീഡിയോ ആണ്. അത് ഉറപ്പാണ്, ചെയ്യാനും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും സഹകരിക്കുമെങ്കിൽ അത് എനിക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ആഹാരം, ഡയബറ്റിക്കാർക്ക് പ്രത്യേകിച്ച് ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റിയ ആഹാരത്തിൻ്റെ ഒരു കൂട്ടാണ്. അത് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് വളരെ മനോഹരമാണെന്ന് തോന്നും. കണ്ടു നോക്കൂ. ഇത് പയർ മുളപ്പിച്ചതാണ്, നമ്മളുടെ ചെറുപയർ മുളപ്പിച്ചതാണ്. ഈ ചെറുപയർ മുളപ്പിച്ച ഇത് കാണുമ്പോൾ തന്നെ ശരിക്കും നല്ല ഭംഗി തോന്നുന്നില്ലേ? അതുകൊണ്ട് പലതരത്തിലുള്ള രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കി ഡയബറ്റിക്കാരിൽ ഉണ്ടായ ക്ഷീണം മാറ്റാനും അവരുടെ തളർച്ച മാറ്റാനും അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെടുത്താൻ ഒരാഴ്ച കഴിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതിങ്ങനെ പച്ചക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ അതും ഗുണകരമാണ്. പക്ഷേ നമ്മൾക്ക് അത് പാചകം ചെയ്ത് വളരെ രുചികരമാക്കി ഇറച്ചിയോടൊപ്പവും പച്ചക്കറികളോടൊപ്പവും പച്ചക്കറിയുടെ കൂടെയും എല്ലാം പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി നമുക്ക് വയറ് നിറയെ കഴിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കുറേശ്ശെ അടിച്ച് തൃപ്തിയോടെ ആ സാറ്റിസ്ഫാക്ഷൻ എന്ന പദവിയിലേക്ക് എത്താൻ പറ്റും എന്നതിനൊക്കെ യാതൊരു വിഷമവും ഒരു സംശയവും ഇല്ല. അത് പറ്റും എന്ന് ഉറപ്പ് ഞാൻ നൽകുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇനി വീഡിയോ ഈ സാധനത്തിലൂടെ പല കാര്യങ്ങളുമായി ഞാൻ വരാം. നിങ്ങളെല്ലാം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളെല്ലാം എനിക്ക് സബ്സ്ക്രിപ്ഷൻ തരണമെന്നും എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്നും പറയുകയാണ്. അങ്ങനെ ഇല്ലാതെ വരികയാണെങ്കിൽ ഞാൻ വീഡിയോ നിർത്തുന്നതിലും എനിക്ക് യാതൊരു മടിയുമില്ല. നിങ്ങളിലേക്ക് ഞാൻ എന്തെങ്കിലും തരുമ്പോൾ അതിൽ എനിക്കും എന്തെങ്കിലും ഗുണകരമുണ്ടാവണം എന്നൊരാഗ്രഹം എനിക്കും ഉണ്ട്. നന്ദി, നമസ്കാരം.